മലയാളികൾ ഒന്നടങ്കം ഏറെ കാത്തിരുന്ന വാർത്ത. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും ടീമും കേരളത്തിലെത്തുന്നു. കുറേ നാളുകളായി ഫുട്ബോൾ പ്രേമികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു വിഷയം തന്നെയായിരുന്നു മെസ്സിയുടെ വരവ്. മെസ്സി വരുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞ ആ ഒരു സമയം മുതൽ കേരളം വളരെ പ്രതീക്ഷയോടെ നോക്കിയത് ഈ ഒരു വരവിന് വേണ്ടിയായിരുന്നു. പിന്നീടുള്ള നാളുകളിൽ സോഷ്യൽ മീഡിയയിലുണ്ടായ വാർത്തകൾ അത് നിരാശയും ഉണ്ടാക്കി. 2024 സെപ്റ്റംബർ 24-നാണ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഖത്തർ ലോകകപ്പിന്റെ സമയത്ത് തങ്ങൾക്കായി ആർത്ത് വിളിച്ച കേരളത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അർജന്റീനയുടെ ദേശീയ ടീം കേരളത്തിലെത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അബ്ദുൾ റഹ്മാൻ അന്ന് വ്യക്തമാക്കിയിരുന്നത്. ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ദേശീയ ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഭീമമായ ചെലവ് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ ഇന്ത്യ അവസരം നഷ്ടപ്പെടുത്തിയെന്ന് വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളം അർജന്റീനയുടെ ദേശീയ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. നവംബർ 10 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം ഉണ്ടാവുക. ലോക ജേതാക്കൾ കേരളത്തിൽ കളിക്കാനായി എത്തുമ്പോൾ ഫിഫ റാങ്കിങ്ങിലുള്ള മറ്റൊരു ടീമിനെ തന്നെ എതിർ നിർത്തേണ്ടതുണ്ട്, അല്ലേ? ഫിഫ റാങ്കിങ്ങിൽ 24-ാം സ്ഥാനത്തുള്ള സോക്കറൂസ് എന്ന് വിളിപ്പേരുള്ള ഓസ്ട്രേലിയ താൽപര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. മറ്റ് 2 ടീമുകളെ കൂടി കണക്കിലെടുത്തിട്ടുണ്ട്. എന്നാൽ ആരാണ് എതിർ ടീമായി വരിക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മലയാളികൾ ഓണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഈ ഒരു വരവ് ഒരു ഓണസമ്മാനമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. NTV UAE to the world.